നമസ്കാരം. പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം പലതരത്തിലായിരിക്കും. എന്നാൽ പരിചയപ്പെട്ട ഓരോരുത്തരും ആ സ്നേഹവും ആ ലാളിത്യവുമെല്ലാം ഒരുപോലെ അനുഭവിച്ചു എന്ന് പറയുന്ന അത്ഭുത വ്യക്തിത്വത്തിന് ഉടമ. കഥാപാത്ര വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ സുകുമാരി അമ്മയുടെ ഓർമ്മകളിലൂടെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ യാത്ര ചെയ്തത്. തുടരുന്നു ഓർമ്മയിലെന്നും സുകുമാരി. സുകുമാരി അമ്മയ്ക്ക് ഗുരുവായൂർ എന്തോ ഒരു കുറച്ച് ആളുകൾ ചേർന്നിട്ട് സുകുമാരി അമ്മയെ ആദരിക്കുന്ന ഒരു ചെറിയ പരിപാടി ആദരിക്കാൻ വിളിച്ചത് തന്നെയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ സുകുമാരി അമ്മയ്ക്ക് എന്തോ ഒരു ഫലകം ഒക്കെ കൊടുക്കുന്നുണ്ട്, കൃഷ്ണന്റെ ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് ചെവിയിൽ പറഞ്ഞു, ആദ്യമായിട്ടാണ് കേട്ടോ, ആദ്യമായിട്ടാണ് ആയിരിക്കും. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ ആളുകൾക്കുള്ള സ്വീകരണത്തില് എല്ലാ ഇതും അറേഞ്ച് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ നിന്നിട്ടുള്ളതാണ് ചേച്ചി. ചേച്ചിക്കൊക്കെ സ്വീകരണമൊക്കെ എപ്പോഴോ കിട്ടേണ്ടതാണ്. അപ്പൊ പുള്ളിക്കാരി, അപ്പൊ ഞാനാകെ ഭയങ്കര ക്ഷുഭിതനായി. അപ്പൊ ചേച്ചി പറഞ്ഞ അതിലൊരു കാര്യമില്ല മോനെ. ആ ഒരു കാലഘട്ടത്ത് അങ്ങനെ എത്രയോ മഹാനായ നടന്മാരാണ്, അവരാരും അല്ല അതില്ല. പക്ഷെ ചേച്ചിക്ക് പറ്റിപ്പോയത്, ചേച്ചി ചെന്നൈയിലായിരുന്നു താമസം. ചെന്നൈയിലായിരുന്നു. കേരളത്തിലൊരു ബേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അവർ ഓൺ ചെയ്താണ്. പിന്നെ നമ്മളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി. ഞാൻ അടുത്തത് പറയാൻ വരുമായിരുന്നു. ആൾക്കാരും ഈ കാര്യങ്ങളിലെ നമ്മുടെ ഒരു വർത്തമാനകാല സമൂഹത്തിന്റെ ഒരു പണ്ടും സമൂഹത്തിന്റെ ഒരു സ്വഭാവം ഇതാണ്. ചില കാര്യങ്ങൾ ചോദിക്കുകയോ കിട്ടത്തക്ക രീതിയിലുള്ള പെരുമാറലുകളോ ഇല്ലാതെ, ഇപ്പം ശങ്കർ സാർ ആദ്യം പറഞ്ഞു റൂം വന്നു പരാതി പറഞ്ഞില്ലെന്ന്. ഇത് പരാതി പറയാതിരിക്കുന്ന ഒരാൾക്ക് പിന്നീട് അത് കിട്ടാതാകുന്നതൊരു അതുണ്ട് പ്രത്യേകിച്ച് സിനിമയിൽ എന്ന്. അത് മറ്റേ രാഘവേട്ടനെ കുറിച്ചാണ്, നടൻ രാഘവേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു കഥയുണ്ട്. പുള്ളി ഒരു ദിവസം കാറ് വരാൻ ലേറ്റ് ആയപ്പോ പുള്ളി ഡബിങ്ങിന് ഓട്ടോ വിളിച്ചു വന്നു. അപ്പൊ അടുത്ത ദിവസം രാഘവേട്ടന് കാറ് പോണ്ടെന്ന് ചോദിച്ചപ്പോ അല്ല പുള്ളി ഓട്ടോയിൽ വന്നോളൂ. ആ പരിപാടി ഉണ്ട്. അതുള്ളതാണ്. ഒരുപക്ഷെ ഈ എന്താ പറയാ, നമ്മള് വിതയ്ക്കല് മാത്രമേ സുകുമാരി അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, കൊയ്യലില്ല. അതിന് ഉള്ള ഒരു സമയം അവര് കണ്ടെത്തിയിട്ടില്ല. അല്ല, വേറൊരു കാര്യമുണ്ട്. സുകുമാരി അമ്മേന് അത് നമ്മുടെ ആളാണ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ ആളാണ്, മറ്റാളെയാണ് ആദരിക്കേണ്ടത്. കാരണം വലിയ അടുപ്പമില്ലാത്ത ആളെയാണ് ഇത്തരം ആദരവിനൊക്കെ അർഹനാക്കുന്നത്. അടുപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ആളായി മാറും. പിന്നെ നിരന്തരമായി വർക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു, ജോലി ചെയ്യണമ്മ, രാവിലെ എണീറ്റ് നമ്മൾ ജോലിക്ക് പോകണം, വെറുതെ ഇരിക്കരുത്, ഒരു വിളക്ക് കത്തിക്കാനാണെങ്കിലും പോകണം. ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അല്ലേ, എന്തെങ്കിലും അമ്പലത്തിൽ വിളക്ക് കത്തിക്കലോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ എന്തെങ്കിലും പോകും. എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, സ്ഥിരമായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ആൻഡ് ഇത്രയും ചിരിച്ച് എല്ലാവരോടും ഹാപ്പി ആയിട്ട് നമുക്ക് വറ്റൽമുളകും ജിലേബികളും ഒക്കെ കൊണ്ടു തന്നിരുന്ന ഷൂട്ടിംഗ് തന്ന് ഒരു ഭയങ്കര ട്രാജിക് ലൈഫാണ് അല്ലേ, ത്രൂ ഔട്ട് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യം. നമുക്ക് നിരവധി സിനിമകളിൽ സുകുമാരി അമ്മയെ ഉൾപ്പെടുത്തിയിട്ടുള്ള സിംഹവാലം മേനോനും സൂര്യമാനസവും പോലുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ വിജി തമ്പി സാർ ഇപ്പോൾ സുകുമാരി അമ്മയെ ഓർക്കുന്നു. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് സുകുമാരി ചേച്ചിയായിരിക്കും. അത് കഴിഞ്ഞാൽ ജഗദീഷ് കുമാറായിരിക്കും. മാത്രമല്ല സുകുമാരി ചേച്ചിയുടെ കയ്യിൽ ഇണങ്ങാത്ത ഒരു കഥാപാത്രങ്ങളുമില്ല. തമ്പുരാട്ടിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറാണെങ്കിലും, കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും വില്ലത്തിയാണെങ്കിലും എല്ലാ ക്യാരക്ടറും ഇണങ്ങുന്ന ഒരു നടിയായിരുന്നു സുകുമാരി ചേച്ചി. എൻ്റെ മിക്കവാറും എല്ലാ സിനിമകളിലും സുകുമാരി ചേച്ചിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡേവിഡ് മിസ്റ്റർ ഡേവിഡിൽ ചെറിയൊരു സീനാണ്, ഒരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് പറയുന്നൊരു, ആ വേഷത്തിന് പോലും വിളിച്ചാൽ ഓടിയെത്തും. അത്ര എന്നെ അമ്മ എന്താ വേഷം എന്ന് ചോദിച്ച് ഓടി വരുന്ന അത്ര ഒരു സ്നേഹം, എല്ലാവരുമായിട്ടും വളരെ അടുപ്പം. ആ സുകുമാരി ചേച്ചി അതുപോലെ മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. സുകുമാരി ചേച്ചി എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നത് എൻ്റെ സിനിമകളിൽ സിംഹവാലൻ മേനോൻ എന്ന സിനിമയിൽ ഒരു ക്യാരക്ടറാണ്. അതിലൊരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുകുമാരി ചേച്ചി. അതേ സമയത്ത് സുകുമാരി ചേച്ചിയെ ഒരു വേഷം കെട്ടിച്ച് ഒരു നാടൻ അമ്മയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു കളികളുണ്ട് അതിനകത്ത്. അതിലൊക്കെ സുകുമാരി ചേച്ചി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ്. അതുപോലെ എത്ര സിനിമകൾ സുകുമാരി ചേച്ചിയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം മലയാള സിനിമയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും ഏത് സിനിമ എടുത്ത് കണ്ടാലും ഒരു സുകുമാരി ചേച്ചി ഉണ്ടാവും. ആ സുകുമാരി ചേച്ചി മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. സുകുമാരി ചേച്ചിയെ പോലെയല്ല ഒരുപാട് ആൾക്കാർ ഒരു കാലഘട്ടം പോലും മലയാള സിനിമയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. അതിലൊന്നാണ് സുകുമാരി ചേച്ചി. ലാൽജോ സാറ് നിരവധി സിനിമകളുടെ സഹസംവിധായകനായ ശേഷം
സ്വതന്ത്ര സംവിധായകനായതാണ്. അപ്പൊ സുമാരി ചേച്ചിയെ പോലെ ഒരാൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുകൊണ്ട് ഉറപ്പായും ആ കാലഘട്ടത്തിലെ സുമാരി ചേച്ചിയെ കണ്ടിട്ടുണ്ട്, സംവിധായകനായ ശേഷം കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ ഒരാൾ വരികയാണ്. നമ്മൾ കണ്ട എത്രയോ സൂപ്പർ ഹിറ്റായ സിനിമകളുടെ സഹസംവിധായകൻ, സ്വതന്ത്ര സംവിധായകനായ ശേഷവും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച മികച്ച സംവിധായകൻ. സ്നേഹപൂർവം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ പത്മകുമാർ സാർ. പത്മകുമാർ സാർ, സ്വാഗതം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന പരമ്പരയിലേക്ക്. ഞാനിപ്പം ലാൽജോ സാറിനോട് പറഞ്ഞു, പത്മകുമാർ സാറിനും ഒരു സഹസംവിധായകനായിരുന്ന കാലം തൊട്ടുള്ള അതെ അതെ പരിചയമല്ലേ? അതെ, ഞാൻ ആദ്യം വർക്ക് ചെയ്ത 2 സിനിമകൾ, അതായത് ആരണ്യകം, ഒരു വടക്കൻ വീരഗാഥ, ഈ സമയത്തൊട്ട് അന്നോട്ട് ഉള്ള ബന്ധമാണ്. എന്തെന്ന് വെച്ചാൽ ആരണ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സിനിമയെ പറ്റി പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആ സെറ്റിനകത്ത് എനിക്ക് ഒട്ടും അപരിചിതത്വം തോന്നാത്ത ഒരാൾ സുമാരി ചേച്ചിയായിരുന്നു. കാര്യം കരിയർ സാറിൻ്റെ സെറ്റിൽ നമ്മൾ അപ്രൻറ്റീസാണ്, നമുക്ക് വേറെ ഡയറക്ടറായിട്ട് നേരിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അവിടെ നമുക്ക് ഈ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മളെ കൂടെ നമ്മുടെ ഒപ്പമാണ് എന്ന് തോന്നിപ്പിച്ച ഒരാൾ സുമാരി ചേച്ചിയായിരുന്നു. ഈ ഹരിഹരൻ സാർ, MT സാറിന്റെ ഒക്കെ പടങ്ങളാണ് ഈ പറയുന്ന വടക്കൻ വീരകഥ ഈ പ്രദേശങ്ങളിലൊക്കെ. അന്നത്തെ ഇതിന്റെ ഒരു പ്രോട്ടോകോള് ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ, സംവിധായകൻ എന്നൊക്കെ പറയുന്നതിനകത്ത്. അതിനകത്ത് സുകുമാരിയമ്മയ്ക്ക് 2 സ്ഥലത്തും ഒരേ ഹോൾഡാണോ എന്ന് സംശയമുണ്ട് വലിയ ആൾക്കാരുടെ. പക്ഷെ വേറെ കാര്യം, ഞാനൊരിക്കൽ സുകുമാരിയമ്മയുടെ കൂട്ടത്തില് ശ്രീമാരൻ തമ്പി സാറിന്റെ ഒരു സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പം സുകുമാരിയമ്മയ്ക്കൊക്കെ ശ്രീമാരൻ തമ്പി സാറിനൊക്കെ ഇപ്പോഴും ഒരു ഭയമൊക്കെ ഉണ്ട്. എന്നോടാ പറയുന്നത്, അമ്മ ഒന്ന് പോയൊരു കാര്യം പറയോ എന്നൊക്കെ പറഞ്ഞ് പറയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നോക്കി തന്നെ നിൽക്കുന്ന, ആ കാര്യത്തിലൊക്കെ ഒരു പഴയ സ്കൂള് നമ്മൾ പറയുന്ന ഇടത്തുനിന്ന് സുകുമാരിയമ്മ ഒരിക്കലും വിട്ടു വന്നതായിട്ട് തോന്നിയിട്ടില്ലല്ലോ അല്ലേ? അല്ല, എത്ര പുതിയ ഡയറക്ടർ ആണെങ്കിലും, ഒരു പുതിയ ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഡയറക്ടർ ആണെങ്കിലും സാറിനാണ് വിളിക്കുന്നത്. അവരുടെ മുമ്പിൽ ഇരിക്കില്ല, അവർ അത്രയും നിർബന്ധിച്ചാലേക്ക് ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ്. എനിക്കത് ജനറലി ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ കുറെയൊക്കെ അങ്ങനെയല്ല, എല്ലാരും സാറിന് വിളിക്കല് മാത്രമല്ല, ഈ പറഞ്ഞ ഇരിക്കൂല എന്നൊക്കെ പറയുന്നത്. ഒരു പുതിയ ഡയറക്ടറിന്റെ അടുത്തൊക്കെ ഇത്രയും സിനിമ ചെയ്ത ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്ക് ആ സീനിയോറിറ്റി ക്യാഷ് ചെയ്താൽ തന്നെ എന്തെല്ലാം അധികാരങ്ങളും എന്തെല്ലാം ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. അതുമല്ല, പെട്ടെന്ന് ആലോചിച്ചാൽ പകരക്കാരും ഇല്ല. നമ്മളൊരു ഓപ്ഷൻ ആണെങ്കിൽ മാത്രമല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ഒരു പകരക്കാരും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്തും ഇത്രയും അധികം ചെയ്തിരുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അപ്പൊ പെട്ടെന്ന് സിനിമകളിൽ ഏതല്ലെങ്കിൽ എനിക്ക് അമ്മക്കളിക്കൂടിലാണ് ഒരു സുമാരി ചേച്ചി ചെയ്തിട്ടുള്ളത്. മറ്റു സിനിമകളിലൊന്നും അങ്ങനെ ഇല്ല, അമ്മക്കളിക്കൂടിലാണ് ചെയ്തത്. അത് പറഞ്ഞ പോലെ കുറേ അമ്മമാരുണ്ടല്ലോ, സുമാരി ചേച്ചിയുണ്ട്, പൊന്നമ്മ ചേച്ചിയുണ്ട്, ലളിത ചേച്ചിയുണ്ട്, മല്ലിയ ചേച്ചി, ശാന്തകുമാരി ചേച്ചി, അങ്ങനെ ഒരുപാട് ചേച്ചിമാരുള്ള ഒരുപാട് അമ്മമാരുള്ളൊരു സിനിമയായിരുന്നല്ലോ. അതിലെനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത്, സുമാരി ചേച്ചി ജോയിൻ ചെയ്യുന്ന അന്നാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അതിന് മുമ്പ് പൊന്നമ്മ ചേച്ചിയോടും ലളിത ചേച്ചിയോടൊക്കെ നേരത്തെ കഥ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന അന്നാണ് വരുന്നത്. അപ്പൊ കഥ ചോദിക്കലോ കേൾക്കലോ ഒന്നും ഇല്ല, അത് നേരത്തെ ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. അപ്പോൾ ലൊക്കേഷനിൽ വന്ന് അന്ന് ഇരുന്ന് സിനിമയെക്കുറിച്ചും സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഈ സിനിമ ഉണ്ടാവാനിടയ സാഹചര്യത്തെ പറ്റിയിട്ട് നമ്മൾ തീരുമാനിച്ചത്, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണം ഉദ്ദേശിച്ചോടെ അങ്ങനെ സിനിമ ചെയ്തത്. രഞ്ജിയാണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞത്. ആദ്യമായിട്ടൊരു ഡയറക്ടർ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ എന്തെങ്കിലും പറ്റണം, അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയോട് ക്യാരക്ടറിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും സിനിമ ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, അതുപോലെ ചേച്ചിയുടെ ക്യാരക്ടറും അതുപോലെ അവിടെയുള്ള മറ്റമ്മമാരുടെ ഒരു ബാക്ക് ഡ്രോപ്പും അവരുടെ ബാക്ക് സ്റ്റോറീസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നന്നായി വരും പപ്പ, നന്നായിട്ട് വരും, സിനിമ നന്നായിട്ട് വരും, പപ്പൻ നന്നായിട്ട് വരും, നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ആ സിനിമയ്ക്ക് എൻ്റെ ആദ്യത്തെ സിനിമ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പം നീ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, സംവിധായകരോടുള്ള ബഹുമാനം. ചിലര് നമ്മളെ ടെററൈസ് ചെയ്ത് അങ്ങ് നശിപ്പിക്കുമല്ലോ. അതെ. അപ്പം അതിൻ്റെ എൻഡിൽ സംഭവിച്ച ഞാൻ ആളെ പറയില്ല, സംവിധായകനെ പറയുന്നതിൽ വലിയൊരാളാണ്. ഡയലോഗ് കുറച്ചധികം ഉണ്ട്, അതും കട്ടി മലയാളത്തിലുള്ള ഡയലോഗാണ്. സുകുമാരിയമ്മ ഇതിരുന്ന് പഠിക്കുന്നു, പ്രോംപ്റ്റിംഗ് ഉണ്ടല്ലോ അന്ന്. പിന്നെ ആ ഡയലോഗ് പ്രോംപ്റ്റിംഗ് അല്ലാതെ വലിയ പാടാണ് ആ സാധനം പറഞ്ഞ് സെറ്റ് ചെയ്യാൻ. അങ്ങനെ 4-5 ടേക്ക് മറ്റും ആയപ്പോൾ സംവിധായകൻ എൻ്റെ അടുത്ത് സുകുമാരിയമ്മ ചോദിച്ചു,
സാർ ഇത് കുറച്ച് പ്രോംപ്റ്റിങ് ഫസ്റ്റ്. അപ്പൊ സംവിധായകൻ അപ്പൊ ഇതിനകം ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇത്രയും 1000 സിനിമ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആള്. അപ്പോൾ സുമാരിയമ്മ ഗതി കേട്ടിട്ട് ചോദിച്ചു ഇങ്ങനെ, സാർ ഇടയ്ക്ക് ഫസ്റ്റ് ലൈൻ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യാന്ന് എനിക്ക് ആ ഒരു ഓർമ്മ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, നിത്യജീവിതത്തിൽ ഇങ്ങനെയാണോ സുകുമാരി, ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തിട്ടാണോ സംസാരിക്കുക? എടുത്ത വായിൽ, സാർ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ സംസാരിച്ചിട്ട് സ്റ്റുഡിയോയിലല്ലല്ലോ പോയി സാർ ഡബ് ചെയ്യുന്നത്. പരിപാടി കഴിഞ്ഞേ, അതും വളരെ താഴ്മയോടെ. ഡബിങ്ങിന്റെ ഒക്കെ സ്പീഡേ നമ്മൾ ഈ സ്റ്റുഡിയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റുന്ന അങ്ങനെ പറ്റുന്നൊരു നിയമം ഇല്ലെങ്കിൽ അങ്ങനെ കാണുന്നൊരു രൂപത്തിലൊന്നും ആയിരിക്കില്ലല്ലോ സുകുമാരിയമ്മ വരികയൊക്കെ ചെയ്യുന്നത്. സെറ്റുമുണ്ട്, കയ്യിലൊരു ബാഗ്, കുറി, ചില പൊതികള്, കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട്. അപ്പം പല സ്റ്റുഡിയോകളിലും ഈ റെക്കോർഡിസ്റ്റ് ചിലപ്പോൾ സീനിയർ ആയിക്കോളാൻ നിർബന്ധമൊന്നുമില്ല. ചെറുപ്പക്കാര് ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള, അതും അവരുടെ അനുഭവത്തിലും മിക്ക ആർട്ടിസ്റ്റുകളും ഡയലോഗ് പറഞ്ഞിട്ട് അത് പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ നമ്മൾ പൈലറ്റ് പറഞ്ഞത് ഒരു പ്രോംപ്റ്റിംഗ് പോലെ കേട്ട് പറഞ്ഞ ശേഷം മൊത്തമായിട്ട് പിടിച്ച് പുറകോട്ട് വെച്ചിട്ടൊക്കെയാണ് പല നടന്മാരും ചെയ്യുന്നത്. ഞാനൊരു ദിവസം ഒരു ഡബിങ് കണ്ടിട്ട് ഞാനൊരു ചെടി ചെല്ലുമ്പോൾ സുമാരിയമ്മ ഡബ് ചെയ്യുന്നുണ്ട്. നോക്കുന്നു പറയുന്നു എന്തോ ഒരു ഈസി ആയിട്ടാണ് ഇങ്ങനെയുള്ള സീനുകളിൽ ഇവര് ഡബ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് വലിയല്ലോ. കാരണം ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഇവർ ഒന്നിച്ച് നിന്നിട്ടുള്ള ഡബിങ് പരിപാടികൾ ചെയ്തിട്ടുള്ളൊരു ശീലം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്, അല്ലേ? കാലത്ത് ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന് പറയുന്ന ഈ ഒരു പരമ്പരയിൽ ഇനി സുകുമാരിയമ്മയുടെ ഓർമ്മകളുമായി നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് നിരവധി സിനിമകളിൽ അതിഗംഭീരങ്ങളായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേത്രി മഞ്ജു പിള്ള. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട പ്രഗത്ഭരായ നടിമാരിൽ ഒരാളാണ് സുകുമാരിയമ്മ എന്ന് പറയുന്നത്. കാരണം ഞാനൊക്കെ റെഫറൻസ് എടുക്കുന്നത്, ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ റെഫറൻസ് എടുക്കുന്നത് സുകുമാരിയമ്മയും ലളിതാമ്മയും പോലുള്ള ആൾക്കാർ പെർഫോം ചെയ്ത പിന്നെ ക്യാരക്ടേഴ്സാണ്. അവരൊന്നും ബാക്കി വെച്ചിട്ടില്ല ഒന്നും. ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇനി റെഫറൻസ് എടുക്കേ നിവൃത്തിയുള്ളൂ. വളരെ നന്മയുള്ള, അതായത് ഭക്ഷണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വന്നിരുന്നാൽ അങ്ങ് നിരത്തി വെക്കും സാധനങ്ങൾ, ഭക്ഷണത്തിന്റെ സാധനങ്ങൾ നിരത്തി വെക്കും. എന്നിട്ട് പറയും, വരുന്നവര് പ്രൊഡക്ഷനിൽ ബോയ്സിനെയും ഇവരെല്ലാം പോകുന്നവരൊക്കെ വിളിക്കും, അമ്മ. സുകുമാരിയമ്മയുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം എടുത്തു തരുന്നതും വിളമ്പി തരുന്നതും നമ്മളെ തീറ്റിക്കുന്നതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സുകുമാരിയമ്മയ്ക്ക്. സോ നമുക്കൊരു വലിയ നഷ്ടമാണ് സുകുമാരിയമ്മ. വീണ്ടും ലാൽജോ സാറിനോട് ചോദിക്കുന്നത്, ഒരു സമയം എത്രയും സുകുമാരിയമ്മ ഇഷ്ടംപോലെ പാട്ടും ഡാൻസും സിനിമകളിലുണ്ടായിരുന്നു. പല തരത്തിൽ ഇപ്പൊ ഇവിടെയുള്ള ചിത്രങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നതിൽ പലതും പലതരത്തിൽപ്പെട്ട വെർഷനുള്ള ഡാൻസുകൾ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചാന്തുപൊട്ടിലെ ഒരു പാട്ട് സീൻ ഒരുപക്ഷെ കുറെ നാളിന് ശേഷം സുകുമാരിയമ്മ ചെയ്യുന്ന ഒരു പാട്ട് സീനായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് വല്ല കൗതുകമായിട്ട് പോലും ഒരു ആവശ്യം വല്ലതും പറഞ്ഞിരുന്നോ? അത് എൻ്റെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ആളുകളാണ്. ഒന്ന് ജാനകി അമ്മ. എസ് ജാനകി എൻ്റെ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് സുകുമാരി ചേച്ചിയാണ് അതിൻ്റെ സീനിൽ, സുകുമാരി ചേച്ചിയാണ് അത് പാടുന്നത്. അപ്പോൾ ആ പാട്ട് റെഡി ആയതിനു ശേഷം ഞാൻ സുകുമാരി ചേച്ചിക്ക് അത് കേൾപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാട്ട് സീനിൽ പാടുന്നത് ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് മോനെ ഇതെനിക്ക് പാട്ട് എനിക്ക് ഞാൻ കേട്ട് പഠിക്കട്ടെ അമ്മ. ആ പാട്ട് പാടിയിട്ടുണ്ടോ സിനിമയില്? പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാടിയിട്ടുണ്ടോ അറിയില്ല. സിനിമയിൽ പാടിയിട്ടുണ്ട്, ഏതോ പടത്തിൽ പാടിയിട്ടുണ്ട്. പിന്നീടാണല്ലോ അങ്ങനെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഈ പാടി അഭിനയിക്കുന്ന പരിപാടി, സ്റ്റുഡിയോ പോയി പാട്ടും പരിപാടികളും അതൊക്കെ ഉണ്ട്. ഈ ലാൽചേട്ടൻ നേരത്തെ ലാൽചേട്ടൻ്റെ ശങ്കരനാണോ പറഞ്ഞ പലതിനും ലോങ് ഷോട്ടിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് അത് സത്യമാണ്. സത്യമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ അനക്ഡോട്ട്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഈ കഥകൾ നെടുമുടി വേണിച്ചേട്ടനായാലും മണിമലാച്ചേട്ടനായാലും ഇത് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും. ഈ ആഴക്കടലിനെ പറഞ്ഞ പോലെ തന്നെയാണ് അമ്മ കിളിക്കൂട് എന്ന് പറയുന്നത്. ഇപ്പൊ എസ് ജാനകി അമ്മയുടെ ശബ്ദത്തിൽ പാടി, സുശീലമ്മയുടെ ശബ്ദത്തില് പാടുകയുണ്ടായി. അത് സുകുമാരി ചേച്ചിക്ക്. അതെ, സുശീലമ്മ കുറെ കാലത്തിന് ശേഷം പാടിയതാണ് ആ അമ്മ കളിക്കുള്ള പാട്ട്. രവീന്ദ്രൻ മാഷ് ഇനിഷ്യേറ്റ് എടുത്ത് പാടിച്ചാണ്.
ആ പാട്ട് സ്ക്രീനിൽ പാടുന്ന സുമാരി ചേച്ചിയാണ്. അതൊരു പ്രയർ ഗീതമായിരുന്നു. ഹൃദയഗീതമായി കേൾപ്പു ഞങ്ങള എന്ന് പറയുന്ന ഒരു പ്രയർ സോങ് ആയിരുന്നു. നല്ല പാട്ട്. നല്ല പാട്ടല്ലേ? നല്ല പാട്ടായിരുന്നു. ചേച്ചി അത് വളരെ എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ചേച്ചി ആ സിനിമയിൽ നമ്മളെല്ലാവരും, എല്ലാ അമ്മമാരും നമ്മൾ ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന ഒരു 40 ദിവസത്തെ ഷൂട്ടായിരുന്നു അത്. ചേച്ചി ഏറ്റവും നന്നായിട്ട് ചെയ്ത ഒരു ഈ പപ്പേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അന്ന് ഹരൻ സാറിന്റെ സെറ്റിൽ പോകുമ്പം ആകെ നമുക്ക് ഒരു നമ്മുടെ ആളും ഇത് ഒരുപാട് പേർക്ക് തോന്നിക്കാണും. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫസ്റ്റ് പടം പൊട്ടി ഇതിനകത്ത് ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇനി ആ ഏരിയയിലോട്ടില്ല എന്ന് എന്നെ എപ്പോഴും നഡ്ജ് ചെയ്യുന്ന ഒരു ആളാണ്. സിനിമ ചെയ്യണം, സിനിമ ചെയ്യണം. ഞാൻ ഇല്ല, എനിക്ക് വേണ്ടത്, ഞാൻ ഇതിൽ നിന്നോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഇത്രയും പൈസയൊക്കെ മതി, ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ പലരെയും വിളിച്ചിട്ട് എനിക്ക് വേണ്ടി ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചാൻസ് ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാലുചേട്ടനെ ചോദിച്ചിട്ടുണ്ട്. ലാലുചേട്ടൻ്റെ അടുത്ത് ക്ലാസ്മേറ്റ്സിൽ. അപ്പോൾ ലാലുചേട്ടൻ പറഞ്ഞു അവന് ഏജ് ഓവറാണ്, കോളേജ് പിള്ളേരുടെ കഥയാണ് എന്ന് പറഞ്ഞു. അല്ല, അവരുടെ വലിയ പ്രായം അങ്ങനെ ഉണ്ടാവുമോ? അതുപോലെ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം, ഒരു ദിവസം ഇതേപോലെ ഒരു സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്കൊരു ഫോൺ സംസാരിക്കും. ഞാൻ ആര്? ധനുഷ്, ആക്ടർ ധനുഷ്. അവനെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കുക എന്നുള്ളത്. അല്ല, അങ്ങനെ സുകുമാരി അമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ ധനുഷ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതയോ അല്ല സാധാരണ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞത്, അതായത് മുകേഷ് ചേട്ടൻ തന്നെ പറഞ്ഞാണ് അന്ന് ഈ സുകുമാരി അമ്മയ്ക്ക് തമിഴിലുള്ള ഇപ്പൊ നല്ല നടന്മാരെ നടിമാരെ കണ്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും, പ്രിയൻ സാറിനോടൊക്കെ പറഞ്ഞു കൊടുക്കും, ഇന്ന പോലൊരു നടനെ അവിടെ കണ്ടു, അത് വേണമെങ്കിൽ എന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെയുള്ള നടന്മാരെ നടിമാരെയൊക്കെ അവിടെ കൊണ്ടുപോകും. അപ്പം ഒരു ദിവസം ഇവരെല്ലാം നിൽക്കുമ്പം സുകുമാരി അമ്മ വന്നിട്ട് പറഞ്ഞു, പ്രിയ, ഒരു ഒരു ചെക്കൻ എന്താ ഡാൻസ് എന്നറിയോ, ഞാൻ തമിഴിൽ TV കണ്ടതാണ്, അപ്പൊ അവനെ ഒന്ന് നോക്ക്, നീ അവനെ ആരാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടു, അല്ലെ തെലുങ്കുമാരോ കന്നഡക്കാരോ ഒക്കെ കൊത്തിക്കൊണ്ടു പോകും, നല്ല ചെക്കനാണ്, എന്താ ഡാൻസ്, അവൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, നീ അവനെ അന്വേഷിക്കാൻ പറഞ്ഞ് ഇവരന്വേഷിച്ചിട്ട് അവിടെയുള്ള തമിഴിലെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലൊന്നും ആരാന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെയും കാണുമ്പം പ്രിയൻ സാറിന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞവനെ അന്വേഷിച്ചോ? ഇല്ല. അപ്പം പോയി അവനെ വേറെ ആൾ കൊണ്ടുപോയി, ഇനി നിനക്ക് കിട്ടില്ല, ഒരു പാട്ട് സീനിലെങ്കിലും അവനെ കൊണ്ടുപോകും, അവൻ കൊണ്ടുവന്ന അവന്റെ ഡാൻസ് വളരെ നന്നായിട്ടുണ്ടാവും, അതുകൊണ്ട് നീ അവനെ ഒന്നുകൂടെ നോക്കെന്ന് പറയും. പിന്നെയും ഇവർ അന്വേഷിക്കും, കിട്ടുന്നില്ല. അങ്ങനെ 1-2 പടം കഴിഞ്ഞപ്പോൾ ഒരു ലൊക്കേഷനിലിരിക്കുമ്പോൾ ആ ലൊക്കേഷനിലുള്ള ഒരു വീട്ടിൽ TV വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സുമാരിയമ്മ ഓടി വന്നിട്ട് ഇവരെ മുകേഷ് ചേട്ടനെയും പ്രിയൻ സാറിനെ കുറിച്ചിട്ട് ഡാ വാ, ഞാൻ അന്ന് പറഞ്ഞ പയ്യനുണ്ട് ഇപ്പൊ TV ഓടി വാ, നോക്കുന്നു പറഞ്ഞ് ഇവരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോ മൈക്കിൾ ജാക്സന്റെ ഷോ ആണ് പറയുന്നത്. ആൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് സുമാരി ചേച്ചി രക്ഷപ്പെട്ടൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞത്. ഈ ആരംഭകാലത്തുള്ള കൂടുതൽ സിനിമകളും സുകുമാരി ചേച്ചി കുറെ ഹ്യൂമർ ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്തല്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ആരംപ്ലസരം കിന്നരാണേലും പൂച്ചക്കൊരു മുക്കുത്താണേലും അതിലെല്ലാം അയൽവാസി ഒരു ദരിദ്രവാസിയിലൊക്കെ ശങ്കരനൊക്കെ ഹീറോ ആണ് ആ സമയത്ത്. ഹ്യൂമറിനൊക്കെ അപ്പൊ സിനിമയിൽ വേറൊരു സംഘം ആളുകൾ തന്നെ വേറെ ആൾക്കാർ ഒരു പാരലൽ ട്രാക്കിലാണ് ഹ്യൂമർ അടക്കുന്ന സമയത്ത്. അതിന്നൊക്കെ മാറി വന്ന ഒരു സിനിമയാണ് പൂച്ചക്ക്. ബിക്കോസ് അതിലെല്ലാവരും കുറെ ഹ്യൂമർ കളിച്ചിട്ടുണ്ട്, ഹ്യൂമർ ചെയ്യുന്നുണ്ട്. സജഷൻസ് പറയുമായിരുന്നു അപ്പൊ സുകുമാരി ചേച്ചി? കാരണം സുകുമാരി ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടാ നമ്മള് പല കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് ഈ കോമഡി ഒന്നും എല്ലാവർക്കും വഴങ്ങില്ല, അതൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആക്ടിങ് ആണ്. അപ്പോൾ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ ഒക്കെ വന്ന് പറഞ്ഞു തരും, ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാക്കക്കുയിൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ നമ്പീശ, അതായത് ജഗതി ചേട്ടനും ലാലേട്ടനും ഇവരും കൂടെ ഒക്കെ ആയിട്ട് നീ ചോദിച്ചോണ്ട് ഈ അവസരത്തിൽ ആണോ അറിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിലെ ആക്ടേഴ്സ് എല്ലാം തന്നെ ഇപ്പോ ശങ്കരനടുത്ത് എനിക്കും ചോദിക്കണമെന്ന് ആ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. വേണുചേട്ടനും ചേച്ചിയായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. ഇത് അല്ല, സുകുമാരി ചേച്ചി ചെയ്യുമ്പോ നമ്മൾ ചെയ്തു അതാണ് അതിന്റെ ഒരു ഇവരെല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ഞാൻ കാണുന്ന ഒരു പടം ആമയും മുയലും എന്നുള്ള പടത്തിൽ ഞാൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട് പ്രിയൻ സാറിനെ. ഞാൻ ആകെ പ്രിയനായിട്ട് വർക്ക് ചെയ്ത് എനിക്കിത് ഭയങ്കര 3 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരു സെറ്റായിരുന്നു അത്. ഒന്ന്, പ്രിയൻ സാർ എങ്ങനെയാണ് ഈ ഫ്രെയിം വെക്കുന്നത് എന്ന് കാണാനുള്ള ആഗ്രഹം. 2, ഈ ആക്ടേഴ്സ് എല്ലാം എങ്ങനെയാണ് ഒരു സീൻ
ഇത് പ്രിയേട്ടൻ എഴുതി കൊടുത്ത സാധനം ഇവരവിടെ പോയിരുന്ന് റിഹേഴ്സ് ചെയ്യുന്ന ഡയലോഗ് എഴുതാറില്ല. പക്ഷെ ഇതില് എങ്ങനെയാന്ന് പറയും ബാക്കി ഇങ്ങനെയാണ്, ബാക്കി നിങ്ങൾ എടുത്തോളുന്നാണ്. അപ്പം വേണുചേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, ലളിത ചേച്ചി, അങ്ങനെ പിന്നെ 2-3 പേര്, ഇവരെല്ലാം ഇരുന്നിട്ട് ഈ സീൻ റിഹേഴ്സ് ചെയ്യാണ് അവിടെ. എന്നിട്ട് നീ ഇത് പറയുമ്പോ അപ്പം ലളിത ചേച്ചി എടുത്ത് വേണുചേട്ടൻ പറയും, ലളിത ഇങ്ങനെ പറയാവോ, അല്ല അങ്ങനെ ഒന്ന് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് പറയാം. ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് ചെയ്യുന്ന സീക്വൻസുകൾ കണ്ട ഞാൻ. അപ്പം പെട്ടെന്ന് ഞാൻ ഈ ടൈമാണ് ആലോചിച്ചത്, നിങ്ങളുടെ ടൈം. ഇപ്പൊ ദിം തരികിടത്തോ ഇന്നും കാണുമ്പോ അതൊന്നും ഒരിക്കലും സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളല്ല. അതൊരു ആക്ടറിന്റെ അല്ലേ, ഒരു ഭയങ്കര കോൺഫ്ലുവൻസ് ആണത്. നമ്മൾ അഭിനയിച്ചുണ്ടാക്കുന്ന ഒരു ടൈമിംഗ് അല്ലത്. അത് വളരെ ഓർഗാനിക് ആയിട്ട് അപ്പൊ അവര് കളിക്കുന്നത്. ഒരു 10 ടേക്ക് എടുത്താൽ 10 10 ഒരുപോലെ മീറ്റർ പിടിച്ച് ചെയ്യാവുന്ന സാധനങ്ങൾ. അത് അന്നത്തെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് തമ്മിൽ. അത് ഇല്ലല്ലോ. ഇന്നിപ്പോ എല്ലാവരും അങ്ങനെ റിഹേഴ്സ് ചെയ്യോ പിടിക്കോ. ലാൽചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ, ഇപ്പൊ ഒരു ഈഗോലെസ് ആയിട്ടുള്ള ഇത്, അവരെല്ലാം ആ ടൈമിലുള്ള എല്ലാവരും അതായിരുന്നു. ആ സീൻ നന്നാവുക എന്നതിനപ്പുറം ഒരു സെൽഫ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു എങ്ങനെ നമ്മൾ അതിനകത്ത് ഏറ്റവും നന്നാവുക എന്നുള്ളത് അല്ലായിരുന്നു അവിടുത്തേത്. ഒരു എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെ ഇപ്പൊ ഇത്ര പേരിരുന്ന് സംസാരിക്കുന്നു, ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിനൊരു താളം കിട്ടും. ഒരാൾ എവിടെ മിണ്ടുന്നു, എവിടെ നിർത്തുന്നു, എവിടെ പറയുന്നു എന്നുള്ളത്. അവര് ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഇവര് തന്നെ വട്ടം കൂടിയിരുന്ന് വർത്താനം പറയുന്നത് കൊണ്ട് ഇവരുടെ ഒരു ഈണവും താളവും എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഏതാണ് ഇയാളുടെ ഈണം, ഇതാണ് ഇയാളുടെ ഈണം എന്നുള്ളത് എല്ലാവർക്കും തമ്മിൽ അറിയാവുന്നതിന്റെ ഒരു സുഖം. ഇവരവിടെ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട്, അവിടെ കാരവൻ ഉണ്ട്, എല്ലാം ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ സ്പേസ് കണ്ടെത്തി അവിടുത്തെ ഒരു ചെറിയ മുറി പോയിരുന്ന് ഇത്രയും വെറ്ററൻ ആക്ടേഴ്സ് പോയിരുന്ന് റിഹേഴ്സ് ചെയ്യാണ്. എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി, ഞാൻ ഒരു സൈഡിൽ പോയി ഇത് വായിച്ചു, ഇത് പഠിച്ചു, ഓക്കെ. പക്ഷെ ഇവരുടെ അടുത്ത് പോയിട്ട് ഇത് ചെയ്യാമായിരുന്നു. എനിക്ക് അവരുടെ സ്പേസ് അവർ തരുന്നുണ്ട്. ആ സാധനം നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. മോരമ്മയൊക്കെ നമ്മുടെ ഈ വെട്ടം എന്ന് പറയുന്ന സിനിമയില് വരെ ഇവര് കരയുന്നതും ഒന്നുമെല്ലാം അത്ഭുതം തോന്നുന്ന പ്രകടനങ്ങളാണ്. അതിനകത്ത് അങ്ങനെ നമുക്ക് ഒരു കട്ടോ ഷോട്ടോ ഒന്നും ഇവരുടെ ഒരു പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ആർട്ടിസ്റ്റും പെർഫോമൻസും റൈറ്റ് ഫ്രം ദി ബിഗിനിങ്. നമ്മൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലെ ക്യാരക്ടർ നോക്കുമ്പോൾ പറന്ന് പ്രായണ പത്മനാഭൻ സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സിനിമയാണ് പറന്ന്. അതിനകത്തെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നമ്മള് ഡിഗ്രി ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് ഒറ്റ പഠിക്കുമ്പോഴാണ് ആ സിനിമ വരുന്നത്. അതില് ടീച്ചർ തോട്ടാണ് എലിസബത്ത്. വേണുചേട്ടന്റെയും സുകുമാരി ചേച്ചിയുടെയും കോമ്പിനേഷനൊക്കെ ശരിക്കും കാണട്ടോ. നമുക്ക് ഞങ്ങളൊക്കെ പോയിരുന്ന് ഷൂട്ടിംഗ് കാണും അവിടെ. ഇവരുടെ ആ ഒരു ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. അരപ്പെട്ടി കെട്ടിയ ഗ്രാമത്തിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഈ സുമാരിയമ്മയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലെങ്കിൽ ഈ പൂച്ചക്കര മൂക്കുത്തി എന്നൊക്കെ പറയുന്ന സിനിമയില് അന്ന് വലിയ കൗതുകം തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് സ്ക്രീനിൽ നിന്ന് ആർട്ടിസ്റ്റ് പുറത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നുണ്ട്. വേണിച്ചേട്ടനൊക്കെ ചില സീൻ തീർന്നിട്ട് വന്ന കണ്ടില്ലേ ഇത് ഇന്ന പരിപാടി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ആ സമയത്തെ വന്നിട്ടും ചെയ്തിട്ടും എല്ലാം ഉണ്ട്. ഓർമ്മയിലെന്നും സുകുമാരി ചേച്ചി എന്ന പരമ്പരയിൽ ഇനി ഒരുപാട് മനോഹരങ്ങളായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ TS സുരേഷ് ബാബു സാർ സുകുമാരി അമ്മയെ ഓർക്കുന്നു. ഞാൻ ഏതാണ്ട് ഒരു 40-42 പടം അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഒരു 30-32 പടത്തിൽ എൻ്റെ ആ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പടത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്ത ഇതാ ഇന്ന് മുതൽ ഫസ്റ്റ് പടം, എൻ്റെ പൊന്നുകൂടത്തിന് തൊട്ട് ശംഖുനാഥൻ തുടങ്ങി ഒത്തിരി പടത്തിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മലയാള സിനിമയിലെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അവരെ കണ്ടു പഠിക്കണം ഓരോ കാര്യങ്ങൾ. അവർ നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി നിൽക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ലാളിത്യം നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും. അവരുടെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ്. പൊന്നുംകുടത്തിനും പൊട്ടെന്ന് പറയുന്നതൊക്കെ സിനിമയല്ലേ അതിനകത്തുള്ളതെല്ലാം. ഈ എണ്ണത്തിനകത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, 2000 പടം എന്ന് പറയുമ്പം ഒരു വർഷം ഒരു 100 പടം ഒരു ഇറങ്ങുന്നുണ്ട്. 10 കൊല്ലത്തിലാണല്ലോ 1000 പടം. 1000 പടം ആവുന്നത് 10 കൊല്ലത്തിലാണ്. 100 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100ൽ അഭിനയിക്കാൻ പറ്റൂല. ഒരു 10 ദിവസമെങ്കിലും ഒരു സിനിമയ്ക്ക് വെച്ച് വേണമെന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഈ സമയം കുറവായത് കൊണ്ടാണ് ഇത് 2000 നിന്നേക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പം ഒരു മനുഷ്യന് അഭിനയിക്കാൻ പറ്റുന്ന സിനിമകളുടെ എണ്ണത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും
കുറഞ്ഞിരിക്കുന്നു. 5000 മുകളിൽ പോയത്. അല്ലെങ്കിൽ അത് എവിടെയോ എത്തേണ്ട ഒരു എണ്ണമാണ് ഇത്രയും സിനിമകൾ എന്ന് പറയുന്നത്. ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ചേച്ചി ഫ്രെയിമിൽ വരുമ്പോൾ ചേച്ചി വല്ലാതെ അങ്ങ് ഡോമിനേറ്റ് ചെയ്യും. അതായത് കൂടെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ അമ്മക്കളി കൂടെ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നല്ല ആക്ടേഴ്സാണ്. ഇപ്പോൾ പൊന്നമ്മ ചേച്ചി ഉണ്ടാവും, ഒരേ ഫ്രെയിമിൽ തന്നെ പൊന്നമ്മ ചേച്ചി ഉണ്ടാവും, ലളിത ചേച്ചി ഉണ്ടാവും, മല്ലിക ചേച്ചി ഉണ്ടാവും, സുമ ചേച്ചി ഉണ്ടാവും, എല്ലാവർക്കും ഡയലോഗ് ഉണ്ടാവും. പക്ഷേ സുമ ചേച്ചി കയറി അങ്ങ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ ഫ്രെയിമിൽ നിന്ന് സുമ ചേച്ചി ചെയ്യണം, നമ്മൾ ബാക്കി എല്ലാവരും ഡയലോഗ് പറയുന്നെങ്കിൽ അവരെ ശ്രദ്ധിക്കും. അത് ഈ ഉള്ളടക്കത്തിൽ ഉള്ളൊഴുക്കിൽ ഉർവശിക്ക് ഇതുണ്ട്. ഉർവശിയും പാർവതി രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയാണെങ്കിലും നമ്മൾ ഫ്രെയിമിൽ രണ്ടുപേരും വന്നാൽ നമ്മൾ ഉർവശി മാത്രമേ നോക്കിയിരിക്കുള്ളൂ. കറക്റ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു അങ്ങനത്തെ ഫ്രെയിമിൽ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഫ്രെയിമിൽ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ബോധപൂർവം ചെയ്യുന്ന ഒരു ക്രൈമായിട്ടൊക്കെ. ബോധപൂർവം ചെയ്യുന്നൊന്നല്ല, ഒരിക്കലും അവരുടെ ഭാഗത്ത് ഇതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കാണുന്ന നമ്മള് അറിയാതെ ചെന്ന് പിക്ക് ചെയ്ത് ഒരാളിൽ ചെന്ന് ഹോൾഡ് ചെയ്യും. അത് നമ്മൾ ബോധപൂർവം ചെയ്യണം. മാസ്റ്ററി, ഈ ക്രാഫ്റ്റിന്റെ മേലെയുള്ള മാസ്റ്ററിയാണത്. ഒരു ഫ്രെയിമിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഏറ്റവും അധികം ഈ അനുഭവവേദ്യമാകുന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാന്നുള്ള അത് ഇവർക്ക് നാച്ചുറലി വരുന്നതാണ്. നാച്ചുറലാണ്. ഇത് ബോധപൂർവ്വം ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പാടാ. ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കില്ല ജഗതി ശ്രീകുമാറിനോട് ആക്ട് ചെയ്യുന്നത്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും. ഇവരുടെ കോമ്പിനേഷൻ നല്ല രസമാണ്, ജഗതിയും ശ്രീകുമാർ. അല്ല, ആ ബാച്ചിലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒന്നിച്ചിരുന്ന് റിഹേഴ്സൽ ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ ഒരു കോമ്പിനേഷന്റെ സുഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സുകുമാരി ചേച്ചിക്ക് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ അന്യഭാഷയിലൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ അവിടുത്തെ ഒരു നടിയായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇവിടെയുള്ള ആൾക്കാർ പോയി അഭിനയിച്ച ചില സിനിമകളോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പം കൃത്യമായിട്ട് ചെയ്ത് അവിടുത്തുകാരല്ല. ചില സിനിമയിൽ ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ മലയാളിയായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ വഴികളില്ല. ഇത് ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചേർന്ന്, അതും തമിഴിലൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മനോരമ എന്ന് പറയുന്ന നടി ഏതാണ്ട് ഇതേ പവറില് ഇതുപോലെ നിൽക്കുന്ന വലിയ ബന്ധമുള്ള രണ്ടുപേരായിരുന്നു അവരും. അവര് തമ്മിലുള്ള രണ്ടുപേരും ഭയങ്കര ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും. ഞാനിവർ രണ്ടുപേരും ഒരു സ്പേസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് തന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഐക്യം എന്നല്ല അതിനെ പറയേണ്ടത്. ഇത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്ലെൻഡിങ് ആണ്. ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ രണ്ടുപേര് തമ്മിലുള്ള. ഇപ്പം പിഷു പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മളെല്ലാം ഈ കാക്കക്കുയിലെ ജഗദീഷ് ശ്രീകുമാർ, ജയചേട്ടനും സുമാരമ്മയും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഇത് വേറെ നമുക്കത് എമുലേറ്റ് ചെയ്യാൻ പറ്റുമോ? വേറെ എങ്ങനെ ഏത് രണ്ട് ആർട്ടിസ്റ്റുകളെ നമുക്കത് സപ്ലാന്റ് ചെയ്യാൻ? തിരിയും താടിക്കിട്ട് തട്ടും തിരിയും താടിക്കിട്ട് തട്ടും ചെയ്യുന്ന സാധനങ്ങളാണ്. അല്ല, ഇതാണ് ഇത് നമ്മൾ അത്ഭുതത്തോടെ പറയുമ്പോൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അരപ്പട്ട കെട്ടിയ ഗ്രാമം എന്നൊക്കെ പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ വേരിയേഷൻസ് വളരെ കൂടുതലാണ്. ഓർമ്മയിലെന്നും സുകുമാരിയമ്മ, ഈ പരമ്പരയിൽ സുകുമാരിയമ്മ എന്ന അതുല്യ പ്രതിഭയെ ഓർക്കുന്നു. അഭിനേത്രി ദേവി ചന്ദന. സുകുമാരിയമ്മയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ സീരിയല് അഷ്ടബന്ധം എന്ന് പറഞ്ഞ സീരിയലാണ്. പക്ഷെ ടെലികാസ്റ്റ് വന്നത് മനസ്സെന്ന് പറഞ്ഞ സീരിയലാണ്. വർക്ക് ചെയ്യുന്നത് അമ്മയുടെ മോളായിട്ടാണ്. അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയൽ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ആദ്യമായിട്ട് അമ്മയുടെ മോളായിട്ട് ഞങ്ങളൊരു ബ്രാഹ്മൺ കുടുംബത്തിലെ ഒരു കഥയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഒരു LKG നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ പഠിക്കും, ആദ്യാക്ഷരങ്ങൾ, ഒരു ബേസിക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെല്ലാം അമ്മയിൽ നിന്ന് അമ്മ റെഡിയാവുന്നത്. അമ്മയുടെ ഡെഡിക്കേഷൻ, വിഗ് വെച്ച് അമ്മയ്ക്ക് മൂക്കുത്തി ഒന്നും ഇല്ലല്ലോ ആ സമയത്തെല്ലാം ഒട്ടിക്കുന്ന മൂക്കുത്തി. അപ്പം തമിഴ് ബ്രാഹ്മൺ കൾച്ചർ ആയതുകൊണ്ട് 2 മൂക്കുത്തിയൊക്കെ ഒട്ടിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ, അപ്പൊ അന്ന് എനിക്ക് ഒരു മൂക്കുത്തി ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അത്രയും കീനായിട്ട്. ഉടുക്കുന്ന ഡ്രസ്സ് അത് 18 മുഴം മറ്റേ ചേല തന്നെ വേണം, അത് അമ്മ മദ്രാസിൽ പോയി എല്ലാം അത് അമ്മയെ കൊണ്ടുവരുന്നത് എല്ലാം. അപ്പൊ അങ്ങനെ എല്ലാം എന്താ പറയാ, എനിക്ക് ഏറ്റവും അധികം വർക്ക് ചെയ്ത് അതിനുശേഷം ഞങ്ങള് ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സീരിയലിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു ഓർമ്മയ്ക്ക് മുന്നിൽ അഷ്ടാംഗം പ്രണമിക്കുന്നു. ഞാൻ വളരെ കുറച്ച് സിനിമകളെ അമ്മയായിട്ട് സിനിമകൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എഴുതിയ പടങ്ങളിൽ ലോഡ്ജ്, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, ഡേവിഡ് കോലിയാത്ത്. എന്നാൽ ഇതിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ ഫൈനൽ ഒരു സീക്വൻസ് ഉണ്ട്. ജനുവേട്ടൻ ലോഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന സമയം, അതായത് ലോഡ്ജിൽ നിന്ന് എല്ലാവരെയും വെളിയിലാക്കുന്ന സമയത്ത് ജനുവേട്ടൻ, ഇവർ തമ്മിൽ എപ്പോഴും ഉടക്കാണ്. ആ സമയത്ത് ജനുവേട്ടന് സുകുമാരിയമ്മ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് കൂടെ പോരുക,
ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോഡ്ജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ പോരെ ഒരൊറ്റ റിയാക്ഷനാണ്. VKP അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് എന്തോന്നടായത്, നമ്മൾ ഒരുപാട് ഡയലോഗ് എഴുതേണ്ട ഒരാവശ്യം അവിടെ ഇല്ല, ഒരൊറ്റ റിയാക്ഷനിൽ ഇറ്റ്സ് ഡൺ. അതെനിക്കുള്ള പ്രൊഫൈൽ ഷോട്ടാണ്, ക്ലോസ് പോലും അല്ല. ആ ഒരു ജനുവേട്ടനെ ഒരു നോട്ടത്തിൽ എവറിത്തിങ് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് പലപ്പോഴും ഇന്ന് മിസ്സാവുന്നത് വിത്ത് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരൊറ്റ ഷോട്ടിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നോക്കി ഒരു റിയാക്ഷനിൽ ഒരു പേജ് ഡയലോഗ് പോകുന്നതാണ്. അതിപ്പോ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് അത് ഇവർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന വാക്ക് ഏതോ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചതുപോലെ ചില കാര്യങ്ങൾ ചില ആളുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് തോന്നില്ല, അത് ഈസി ആയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ട് അംഗീകരിക്കൂല. ഞാൻ നമ്മുടെ ചില സ്റ്റേജ് പരിപാടികളിലൊക്കെ ഈ വയലിൻ കീബോർഡൊക്കെ വായിക്കുന്ന ആൾക്കാർ അതിന്റെ ഒരു ഫ്യൂഷൻ ചെയ്യുമല്ലോ. അപ്പോൾ വയലിൻ വായിക്കുന്ന ഒരാൾക്ക് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കൈ കിട്ടുക അയാൾ വായിക്കും. പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ഒരു നല്ല നോട്ട്സ് വളരെ കൃത്യമായിട്ടൊരു പാട്ട് തെറ്റാതെ വായിക്കുന്നതിനേക്കാളും എളുപ്പമാണ്. പക്ഷെ സദസ് മുഴുവൻ കൈയടിക്കുന്നത് അവൻ വായിച്ചുണ്ടോ വയലിൻ കിരികിരി എന്താ കിരികിരായിരുന്നെന്ന് പറയും. പക്ഷെ വളരെ കൃത്യമായി ഒട്ടും തെറ്റാതെ എന്താണോ ആവശ്യം അത് അത്രയും കൃത്യമായി നോട്ട്സ് വായിക്കുന്ന ഒരാൾക്ക് ഈ ലെവലിലുള്ള ഒരു അംഗീകാരം കിട്ടണമെന്നില്ല. ഒരുപക്ഷെ സുകുമാരിയമ്മയൊക്കെ ഈ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഈസിയായിട്ട് അവതരിപ്പിച്ച് നമുക്ക് ഇതൊരു ഭയങ്കര പാടുപെട്ടൊരു കാര്യമാണ് ഇപ്പൊ ചെയ്തതെന്നുള്ള തോന്നലില്ലാതായിട്ടുണ്ട് അല്ലേ? നമുക്കത് പലതവണ നമ്മൾ എന്തുകൊണ്ടായിരിക്കും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു പാടുപെട്ടതായിട്ടുള്ള തോന്നലില്ലാത്തത് കൊണ്ടായിരിക്കും. ഈ പലപ്പോഴും നമ്മളിപ്പം റൈറ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ലോഹിയേട്ടനെ നമ്മൾ ഏറ്റവും മികച്ചത്, അതായത് നമ്പർ 1 എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കണ്ടിട്ടുള്ളത്. ഇപ്പം ഓഫ് കോഴ്സ് അത് വരുന്നുണ്ട്. അതിന്റെ കാരണം ലോഹിയേട്ടൻ ഏറ്റവും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ എന്താ ഭയങ്കര അർത്ഥഗർഭമായ വാക്കുകളൊന്നും അവിടെ കാണാനില്ല. എന്താണോ നടക്കുന്നത് അതാണ്. അത്രയും സിമ്പിൾ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി സിമ്പിൾ ആണെന്ന് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി സിമ്പിൾ. ലോഹിയേട്ടൻ സിമ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇപ്പം ഉള്ളൊഴുക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഉർവശി ആക്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, അവിടെ നോക്കുള്ളൂ നമ്മൾ. അത് ആ റിഫൈൻമെന്റ് ആണ്, ആ സിംപ്ലിസിറ്റിയുടെ റിഫൈൻമെന്റ് ആണ്. ഞാൻ ഈ ലാൽ ജോസ് സാറിന്റെ ഇമ്മാനുവൽ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇല്ലെങ്കിൽ ലൊക്കേഷനിൽ എല്ലാ സമയവും ഉണ്ടായിരുന്ന അങ്ങനെയായിരുന്നു എന്റെ വേഷം. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് മമ്മൂക്ക ഇങ്ങനെ ഒരു കസേര ഇരിക്കുകയാണ്, ഇതിന്റെ ഇപ്പുറത്താണ് ഞാനിരിക്കുന്നത്. അപ്പൊ ഷോട്ട് വെക്കുമ്പോ എപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിസ് വരുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഡിഫോൾട്ട് ഞാൻ അവിടെ വേണം. പക്ഷെ മറ്റു ഷോട്ടുകൾ എടുക്കുമ്പോൾ ഒന്നും വേണ്ട. അപ്പൊ എന്നോട് വിളിച്ചപ്പോഴേ ലാലു സാർ എന്നോട് പറഞ്ഞു, സിനിമയിൽ എല്ലായിടത്തും ഉണ്ടാകുന്നില്ല, പക്ഷെ എല്ലാ ദിവസവും നീ വേണം അവിടെ, നീ ഉണ്ടെങ്കിലേ അതിന്റെ ഷൂട്ട് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അതിൽ സുകുമാരിയമ്മയുണ്ട്. അപ്പൊ ഞാൻ പല സന്ദർഭങ്ങളിലും ഈ സുകുമാരിയമ്മ വന്ന് അഭിനയിക്കുന്നതും എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റൂല. അത്രയും ദിവസവും ലൊക്കേഷൻ ഞാനുണ്ട്, പണിയും ഇല്ല, കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ തോന്നിയ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അത് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായി ഫീൽ ഒന്നും തോന്നുന്നില്ല. അഭിനയിച്ചു ഇവരിപ്പോ എന്ന് തോന്നില്ല. അങ്ങനെ ഇത് പോരല്ലോ, ഇത്രയും കൂടെ കരയണമായിരുന്നു അല്ല, ഇങ്ങനെ തോന്നുകയും നമ്മൾ തിയേറ്ററിൽ വന്ന് ഈ വലിപ്പമുള്ളൊരു സ്ക്രീനിലേക്ക് ഇത് വരുമ്പം എത്തല്ലാമോ പണി അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അകത്തുള്ളൊരു ജഡ്ജ്മെന്റ് ആണ്. സുകുമാരിയമ്മ ഇത് ടെക്നിക്കലി കാണുന്നതല്ല. ഇപ്പൊ സുകുമാരിയമ്മ അഭിനയിക്കുമ്പോൾ ഈ വലിയ സ്ക്രീനിൽ ഇത്രയും റിയാക്ഷൻ കൊടുത്താൽ മതി, ഇത്രയും ഇഫക്റ്റ് ഉണ്ടാവും എന്ന് ടെക്നിക്കലി ആലോചിക്കുന്നതല്ല. അത് അകത്തുള്ളൊരു ജഡ്ജ്മെന്റ് ആണ്. വർഷങ്ങളായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസും ആ ഫീൽഡ് അവര് ഓൺ ചെയ്യുന്നു. കറക്റ്റ്, അതാണ് കറക്റ്റ്. ആ ക്യാമറ ഫീൽഡ് അവർ ഓൺ ചെയ്യാണ്. അവർക്ക് അവരുടെയാണത്. അവിടെ അവർക്ക് യാതൊരു അപരിചിതത്വവും ഇല്ല, അവിടെ യാതൊരു ഇൻഹിബിഷൻസും ഇല്ല. അവരവിടെ പെരുമാറുകയാണ്, അവിടെ ബിഹേവ് ചെയ്യാണ്. അപ്പം നമുക്ക് അവർ ഈ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ചെയ്യും, ഭയങ്കര ജാടക്കാരിയായിട്ടുള്ള സൊസൈറ്റി ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് അവരുടെ ശരിക്കുള്ള സ്വഭാവം അതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ചേച്ചിനെ കാണുന്നത് വരെ.
നേരിട്ട് കാണുമ്പോ ഇതൊന്നും അല്ലാത്ത വേറെ ഒരു പാവം തമിഴ് സ്ത്രീയാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ്ലി. അയ്യോ, വലിയ സത്യം നേരത്തെ പറഞ്ഞത്. അതായത് ആ ചിരിയോ ചിരിയിൽ ഞാനും ഇതേ സെയിം കാര്യം ആലോചിച്ചിട്ടുണ്ട്. ചിരിയോ ചിരിയിൽ റോള് വേറെ ആരും ചെയ്യില്ല. കാരണം റിയൽ ലൈഫ് സുകുമാരിയാണ് അതിനകത്ത് അവതരിപ്പിക്കേണ്ടത്. അപ്പോ ഫ്രോഡായിട്ടാണ് അവര്. അപ്പൊ ആ സമയത്ത് കാണുമ്പോ നമ്മളും വിചാരിക്കും ഈ സുകുമാരി എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ്. ഇത് വിട്ടുകൊടുക്കുക, അത് സാരമില്ല എന്ന് പറയാന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ അസാമാന്യമായ നിഷ്കളങ്കതയായിരിക്കണം, അല്ലെങ്കിൽ അസാമാന്യമായ ആത്മവിശ്വാസമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നാണ്. ആത്മവിശ്വാസം തന്നെയാണ് ആയിരിക്കണം. സുകുമാരി അമ്മയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ ഈ അവസരത്തിൽ സുകുമാരി അമ്മയെ ഓർക്കുന്നു. ഓടരുത് അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിലാണ് സുകുമാരി ചേച്ചിയായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത്. അന്നേ പ്രൊഫസർ എന്ന് വിളിച്ച് എന്നെ എന്താ പറയുക, ഒരു അനിയനെ പോലെ, സ്വന്തം അനിയനെ പോലെയാണ് എന്നെ കണക്കാക്കിയിട്ടുള്ളത്. അക്കരെ 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 എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അമേരിക്കയിലാണ്. അപ്പം മിനിമം ക്രൂവേ പോയിട്ടുള്ളൂ. ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരാൾ മാത്രം. അപ്പം നമ്മൾ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ സഹായിക്കേണ്ടി വരും. അവിടെ സുകുമാരി ചേച്ചി രാവിലെ ഈ ഹോട്ടലിൽ കിട്ടുന്ന കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ബാഗിനകത്ത് കൊണ്ടുവന്ന് ലൊക്കേഷനിൽ, അപ്പോൾ ലഞ്ച് സമയത്ത് ബ്രേക്ക് പറയാൻ വളരെ ചിലപ്പോൾ അത് 2 മണി 2:30 മണിയാവും. ഇതിനിടയ്ക്ക് ഈ ബാഗിൽ നിന്നും ഫ്രൂട്ട്സും ബ്രെഡും മുട്ടയൊക്കെ യൂണിറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ച് അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ച് ഓരോരുത്തർക്കും ഈ ഫുഡൊക്കെ സുകുമാരി ചേച്ചി കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ചെന്നൈയിൽ നിന്നും ഒരു സെറ്റിലേക്ക് വരുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ, ചേച്ചിയുടെ ബാഗിൽ എന്തെങ്കിലും ഉപ്പേരിയോ വറ്റലോ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ തന്നെ ഉണ്ടാവുമായിരുന്നു. അതെല്ലാം സെറ്റിലെ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുമായിരുന്നു. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊടുത്ത ഡേറ്റ് ഒന്നും തെറ്റിക്കാതെ സുകുമാരി ചേച്ചി ഓരോ സെറ്റിലും പറന്നെത്തിയതും ഇതേപോലെ നല്ല രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറിയതും ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ്. സുകുമാരിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും ഏതാണ്ട് ഒരു കൗമാരം തൊട്ട് വിട്ടുപിരിഞ്ഞ് പോകുന്നത് വരെ ഓരോ ദിവസങ്ങളായി നമ്മൾ കൂട്ടിയാൽ മൊത്തം ഒരു 100 ദിവസം ഉണ്ടെങ്കിൽ ഒരു 90 ദിവസമെങ്കിലും ലൊക്കേഷനും കഥാപാത്രങ്ങളുമാണ്. ഇവരായി ഇവരുടെ വസ്ത്രങ്ങൾ ധരിച്ച് ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന സമയങ്ങൾ വളരെ കുറവായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഈ എണ്ണം ഞാൻ പലതവണ പറഞ്ഞൊരു എണ്ണത്തിലെത്തുന്നത് ഒരായുസിന്റെ 85% ലൊക്കേഷൻ ഫുഡ്, ക്യാരക്ടർ, വേറെ ലൊക്കേഷൻ, വേറെ ആൾക്കാർ, വേറെ ഭാഷ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. ഏതാണ്ട് 50കളുടെ അവസാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തൊട്ട് ഏറ്റവും പുതിയ ആ കാലത്തില് ഈ ചില പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ യാദൃശ്ചികമായിട്ട് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ അഭിനയിച്ചിരുന്ന 2 ആൾക്കാർ, ഒന്ന് ശങ്കരാടിച്ചേട്ടനും ഒന്ന് സുകുമാരി ചേച്ചി. അപ്പൊ ചില സിനിമകളിൽ ഈ GK പിള്ള സാറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര നാടകീയമായിട്ടൊക്കെ ഡയലോഗുകൾ പറയുന്ന സമയത്ത് എഴുതി കൊടുത്തിട്ടുള്ള ഡയലോഗൊക്കെ നാടക ഡയലോഗുകൾ തന്നെ ആയിരിക്കും. പക്ഷെ ഇവരത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് വളരെ നോർമൽ, വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പടങ്ങളിൽ അഭിനയിച്ച സുകുമാരിയമ്മ ഇപ്പം ചിലപ്പോ ഒരുമിക്ക ആളുകൾക്ക് ഏതോ ഒരു സിനിമയിൽ എവിടെയോ ഒരു കേന്ദ്ര കഥാപാത്രം കിട്ടാറുണ്ട്. എന്നാൽ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന ഒരു ചിത്രം സുകുമാരിയമ്മയ്ക്ക് അവരുടെ അവസാന കാലത്ത് കിട്ടിയൊരു കഥാപാത്രം. നമ്മളൊക്കെ നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു അശോകാർനാഥാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. ആ ചിത്രത്തിലാണ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ കിട്ടിയത് ആ സിനിമയില്. ഞാനൊരു സിനിമ മീശമാധവന് ശേഷം ചേകവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. മുരളി ഗോപി ആദ്യമായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നതും ആദ്യമായിട്ട് എഴുതിയതുമായിട്ടുള്ള സിനിമയായിരുന്നു ചേകവൻ. അപ്പൊ ആ സിനിമ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടായിരുന്നു. തിരുവനന്തപുരം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കളവക്കുളം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പൊ അതില് സുകുമാരി ചേച്ചിക്ക് ഒരു ഉഗ്രൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. സുന്ദരി തള്ള എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്, സുന്ദരി തള്ള. ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ ആയിരുന്നു. രാജാവിനെ പ്രേമിച്ചിരുന്ന ഒരു കുറച്ച് വട്ടായി പോയിട്ട് ത്രിപുര സുന്ദരി അതാണോ? ഇവര് ഈ അമ്പലത്തിന്റെ അവിടെ ഉണ്ടാവും. മഹാരാജാവ് എഴുന്നള്ളുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് അവരുണ്ടാവും. അപ്പൊ ഞാൻ ചേച്ചിയുടെ ഒന്ന് കുറച്ച് പല്ല് പിൽക്കാലത്ത് മാറ്റിയിട്ട് അത് വെപ്പുപല്ലാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ചേച്ചിയെടുത്ത് അത് വെപ്പുപല്ലാണെന്ന് ചേച്ചി ഒരിക്കലും സമ്മതിക്കില്ല, റിവീൽ ചെയ്തിട്ടുമില്ല. അപ്പൊ അവരുടെ ഒരു
ഒരു ആക്ട്രസ് എന്നുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ബഹുമാനിക്കുകയും വേണം. അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി ഇതിൽ ഒരു സ്റ്റേജിൽ ഇവർ വായിൽ പല്ലും ഒക്കെ അങ്ങനെ ഇല്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് വരണം. അപ്പോൾ നമുക്കതിന് എന്താ ചെയ്യാൻ പറ്റുക? അത് ഇങ്ങനെ കളർ ചെയ്തിട്ട് ഇതാക്കൽ. അപ്പോൾ കുറച്ച് നേരം എന്നെ അങ്ങനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം. മനസ്സിലായി എന്താ ചോദ്യം. ഇതെടുത്ത് അഭിനയിക്കാൻ പറ്റുമെന്നാണ്. അത് ഞാൻ ചെയ്തോളാം. അത് നല്ല ക്യാരക്ടറായിരുന്നു. അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സുകുമാരി ചേച്ചിക്കുള്ള എൻ്റെ ഏറ്റവും നല്ല ട്രിബ്യൂട്ടായാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ ആ സിനിമ നടന്നില്ല. ഏതാണ്ട് 50ഓളം വർഷങ്ങൾ കൊണ്ട് 2000ഓളം സിനിമകൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരോടൊപ്പവും ടെക്നീഷ്യന്മാരോടൊപ്പവും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും സുകുമാരിയമ്മ എന്ന് പറയുന്നത്. സുകുമാരിയമ്മയെക്കുറിച്ച് ഓർക്കാൻ, പറയാൻ അർഹതയുള്ളവർ, അറിയുന്നവർ, ഓർമ്മകളുള്ളവർ ഒരുപാടായിരിക്കും നമുക്കിടയിലുള്ളവരെല്ലാം. അങ്ങനെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഓർത്താൽ തീരാവുന്ന ഓർമ്മകളുള്ള ഒരു അഭിനേത്രിയല്ല സുകുമാരിയമ്മ. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സുകുമാരി എന്നു പേരുള്ള ഒരു മഹാപ്രതിഭയുടെ ചലച്ചിത്ര ജീവിതത്തിന്റെ ഏതോ ഒരു അംശം മാത്രമാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുക. ആ ഓർമ്മിപ്പിക്കലുകൾക്ക് നമ്മളോടൊപ്പം കൂടിയ പ്രിയപ്പെട്ട ശങ്കർ സാർ, ലാലു സാർ, പത്മകുമാർ സാർ, അനൂപ് മേനോൻ, ഇവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. നിങ്ങൾക്ക് ആൽബം സൈൻ ചെയ്യാം. പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും സൗകുമാര്യമുള്ള ഒരു അമ്മയായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കഥാപാത്ര വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ സുകുമാരിയമ്മയുടെ ഓർമ്മകളുമായിട്ടായിരുന്നു ഓർമ്മയിലെന്നും സുകുമാരി എന്ന എപ്പിസോഡ് കഴിഞ്ഞ കുറേ സമയം യാത്ര ചെയ്തത്. ആ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രതിഭയുടെ ഓർമ്മകളുമായി നമുക്ക് വീണ്ടും കാണാം.